അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമൂൺസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും ഇന്നലെ 18-ാം ദിവസത്തെ നോമ്പുതുറയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നോമ്പുതുറ പേസ്ട്രി കപ്പ് അല്ലെങ്കിൽ പേസ്ട്രി ബാസ്ക്കറ്റ് എന്ന് പറയാം. പിന്നെ കായ്പോളയാണ് ഉണ്ടാക്കിയത്. കായ്പോള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്ന് കാണിക്കാനെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കായ്പോളയും ഉണ്ടാക്കി. പിന്നെ നാസ്തക്ക് വേണ്ടിയിട്ട് ബീഫ് പൊട്ടാറ്റോ കറിയാണ്. സാധാരണ നമ്മുടെ മല്ലിക്കറി ബീഫ് മല്ലിയിൽ വെക്കുന്നതിൻ്റെ കൂടെ ഒരു പൊട്ടാറ്റോ ഇട്ട് വേവിച്ചതാണ്. ഭയങ്കര ഇഷ്ടമാണ് ആ കറി എല്ലാവർക്കും. പിന്നെ പിന്നെ നാസ്തക്ക് അതിൻ്റെ കൂടെ വാട്ടിപ്പത്തിലാണ് ഉണ്ടാക്കിയത്. വാട്ടിപ്പത്തിലിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം. ലിങ്ക് ഇടാമെന്ന് പറഞ്ഞിട്ട് എന്താ ലിങ്കൊന്നും കാണാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ലിങ്ക് ഞാൻ ഓരോ വീഡിയോസ് തപ്പിപ്പിടിച്ചിട്ട് വേണം എനിക്ക് ലിങ്ക് ഇടാനായിട്ട്. നോമ്പൊക്കെ തുറന്നിട്ടിരിക്കുന്ന സമയത്താണ് ലിങ്ക് പരതി എടുക്കാറ്. കാരണം ഓരോന്നെടുത്ത് കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് ഇടണമല്ലോ. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് ഇരിക്കാനും ചിലപ്പോൾ മടി പിടിക്കും. എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉടനെ തന്നെ ആഡ് ചെയ്യും കേട്ടോ. അപ്പം ഞാനിപ്പം പേസ്ട്രി കപ്പ് ബേക്ക് ചെയ്യാൻ എടുക്കുകയാണ്. ഒരു സിലിക്കൺ മോൾഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സമോസ ഷീറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പേസ്ട്രി ഷീറ്റാണിത്. അപ്പോൾ ബാക്കി വന്നപ്പം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, മോൾഡിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് ഈ ഒരു പേസ്ട്രി ഷീറ്റ് 2-3 എണ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പിൻ്റെ ഷേപ്പ് ആവും. എന്നിട്ട് നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് ഓവണിലേക്ക് വെക്കാം. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പ് കിട്ടും. കണ്ടോ, ഇതേപോലെ നല്ല കപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിനു മുമ്പ് ഞാൻ എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു കപ്പ് ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് കാണുക. ഈ ഒരു കപ്പ് നല്ല ക്രിസ്പിയാണ്. പെട്ടെന്നൊന്നും ആ ക്രിസ്പി അങ്ങ് പോവില്ല. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് മസാലയൊക്കെ ഫിൽ ചെയ്തിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പം അങ്ങനെ കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടിപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പം ഞാനിപ്പം വാട്ടിപ്പത്തിൽ നന്നായി കുഴച്ചെടുത്തിട്ട് ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നും പരത്തിയെടുത്തിട്ട് അത് കല്ലിലിട്ട് ചുട്ടെടുക്കാം. വാട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. പുഴുങ്ങലരി നന്നായിട്ട് പച്ചവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് മിക്സിയിലോ ഗ്രൈൻഡറിലോ അരച്ചെടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് വാട്ടിയെടുക്കാം. നമ്മൾ പച്ചരിയുടെ വാട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ വാട്ടിയെടുത്തിട്ട് ഇതേപോലെ ഓരോ ബോളാക്കിയെടുത്ത് കല്ലിൽ ചുട്ടെടുക്കാം. അപ്പം ഈ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കാം. അപ്പോൾ അങ്ങനെ വാട്ടിപ്പത്തിലും എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കായ്പോള ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് എണ്ണയിലിട്ടിട്ട് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ നല്ല നെയ്യാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഒരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇപ്പം നല്ല നെയ്യ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മുരിച്ചെടുക്കാം. ഒരുപാട് എണ്ണ ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്യണം എന്നൊന്നുമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല നെയ്യുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഓയിൽ എടുത്താലും മതി. വെളിച്ചെണ്ണ എടുക്കണ്ടെന്നേ ഉള്ളൂ. ഈ പഴയപ്പം ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ആയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് അങ്ങ് കരിയണമെന്നില്ല. ജസ്റ്റ് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് കളറൊന്ന് ചേഞ്ചായി വന്നാൽ നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. പിന്നെ കായ്പോള ഉണ്ടാക്കുമ്പം തീരെ പഴുക്കാത്ത, അതായത് ഉന്നക്കായുടെ പോലത്തെ പഴം എടുക്കരുത്. കുറച്ചൊന്ന് പഴുത്തിട്ടുള്ള പഴമാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി കായ്പോള തന്നെ കിട്ടും. അപ്പോൾ ഇതിപ്പം എല്ലാ ഭാഗവും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടുത്ത ഭാഗം അങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നന്നായി മൊരിച്ചെടുത്തിട്ട് നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം. നട്ട്സായിട്ട് കാഷ്യൂനട്ട്, കിസ്മിസ്, ബദാം ഒക്കെ ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ടാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 3-4 എണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിപ്പം അതിൻ്റെ കൂടെ കുറച്ച് ബദാം കൂടുതൽ ഇട്ടിട്ടുണ്ട്. ചെറുതായി ചോപ്പ് ചെയ്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്ത് ചെറുതായി കളറ് മാറുമ്പം നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അങ്ങനെ എല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ട് കായ്പോള ഉണ്ടാക്കാം. അപ്പോൾ അതിനായി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് അടിച്ചെടുക്കാം. പഞ്ചസാര ഈ മുട്ടയിൽ നന്നായിട്ട് അങ്ങ് മെൽറ്റായി കിട്ടണം. അപ്പോഴേ നമ്മുടെ ഈ കായ്പോള നല്ല മധുരം ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര അടിയിലോട്ട് പോയിട്ട് കായ്പോളക്ക് അത്ര സ്വീറ്റ് കിട്ടൂല. ഇനി ഇതിലേക്ക് ഞാനിപ്പം 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായിട്ട് ഈ മുട്ടയിലേക്ക് നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബാറ്റർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം.
ഒരു സ്പൂണ് വെച്ചിട്ട് എല്ലാം ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ മുട്ടയും പഴമൊക്കെ നന്നായിട്ടൊന്നങ്ങ് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായി ഒന്നുകൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ വലിയ സ്പൂണിൽ 2 സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. നല്ലൊരു പാലിൻ്റെ ചൊയ ഉണ്ടാവും. പാൽപ്പൊടിക്ക് പകരം ഒരു 1/4 ഗ്ലാസ് പാലേ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. കായ്പോളയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ സൈസിലുള്ള ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇപ്പോൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും അങ്ങ് സ്പ്രെഡാക്കി എടുക്കാം. ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായി വന്നോളും. ഞാനിപ്പം സൈഡിലും നടുവിലും എല്ലാ ഭാഗത്തും അങ്ങ് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത്, ഈ കായ്പോളയുടെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പം പാനിലേക്ക് ഞാൻ ഈ മിക്സ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ലെവലാക്കിയിട്ട് നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം. അപ്പം ഗ്യാസിലേക്ക് വെക്കുമ്പം ഇതേപോലെ ഒരു ചെറിയൊരു മൂടി വെച്ചിട്ട് വെക്കുന്നതാണ് നല്ലത്. കാരണം തീ കൂടുതലായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കളറൊന്നും കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട, സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ അടുപ്പിൽ വെക്കുന്ന ഒന്നാണ്. അപ്പം കായ്പോള അവിടെ റെഡി ആവട്ടെ. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫും പൊട്ടാറ്റോ ഇട്ടിട്ട് കറി വെക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഒറോട്ടിക്കും ഈ വാട്ടിപ്പത്തലിന് ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. സാധാരണ നമ്മൾ മല്ലിയിൽ വെക്കുന്ന ബീഫ് കറി അതിലേക്ക് ഒരു പൊട്ടാറ്റോ അരിഞ്ഞിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുന്നതാണ്. ഇപ്പം കായ്പോള ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വെച്ച സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചത്. തീ കൂട്ടിയിട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഏറ്റവും ചെറിയ തീയിലാണ് വെച്ചത്. അടിഭാഗമൊക്കെ നന്നായിട്ട് അങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. മുകൾ ഭാഗം ഒന്ന് ആറി കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു കല്ലിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിപ്പം വാട്ടിപ്പത്തിൽ ചുട്ടെടുത്ത ആ കല്ല് തന്നെയാണ്. നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഞാനങ്ങ് തിരിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അവിടെ മൊരിഞ്ഞ് വന്നപ്പം പ്ലേറ്റിലേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. ഇതിപ്പം ചെറുതായിട്ട് ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. സ്ക്വയറായിട്ട് കട്ട് ചെയ്യാം, ഡയഗണലായിട്ട് കട്ട് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള കായ്പോള ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് നോമ്പ് തുറക്കാനായിട്ട് സെർവ് ചെയ്യാം. കായ്പോളയുടെ ആ ഒരു കൂട്ട് റെഡിയായാൽ കായ്പോള നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്തോ ഭാഗ്യത്തിന് റെഡി ആയിട്ടുണ്ട്. ചിലപ്പം എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിക്കാറും ഉണ്ട്. ഇനി അടുത്തതായിട്ട് പേസ്ട്രി കപ്പിലേക്ക് നമുക്ക് മസാല നിറക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ഇറച്ചിപ്പത്തലിൻ്റെ ആ ഒരു മസാല തന്നെയാണ്, ചിക്കൻ്റെ മസാലയാണ് എടുത്തത്. ഓരോ കപ്പിലേക്കും കുറച്ച് മസാല നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മയണൈസ് വെക്കാം, അല്ലെങ്കിൽ പുതിന ചട്നി വെച്ച് കൊടുക്കാം, കുറച്ച് തൈര് വെച്ച് കൊടുക്കാം, കുറച്ച് വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാരറ്റ്, അതുപോലെ കുറച്ച് സെലറി ലീവ്സും കൂടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ മസാലയ്ക്ക് പകരം നമുക്ക് വെജിറ്റബിളിൻ്റെ മസാല വെച്ച് കൊടുക്കാം. അല്ലാതെ വെറും മയണൈസ്, ഷവർമയുടെ ആ മസാല അങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫിൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ പേസ്ട്രി കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്രിങ്ക്സ് ആയിട്ട് ഞാനിപ്പം പേർപ്പിൾ ഷേക്കാണ് ഉണ്ടാക്കുന്നത്. പേർപ്പിൾ കളറുണ്ട്. അപ്പം നല്ല കട്ടയായിട്ടുള്ള പാല്, കുറച്ച് പഞ്ചസാരയും ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കാം. എന്നിട്ട് വനില എസൻസും ഈ ഒരു പേർപ്പിൾ കളറും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഡ്രിങ്ക്സ് ഗ്ലാസ്സിലിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഈ നോമ്പുതുറ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണണേ പ്ലീസ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നോമ്പുതുറ ആശംസിക്കുന്നു. ഇന്നത്തെ നോമ്പുതുറയുമായി നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൺസ് കിച്ചൺ. താങ്ക് യു.